മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. മൗനം എന്നുള്ളതൊരു ചികിത്സയാണ്. അത് കുടുംബത്തില്, പ്രസ്ഥാന പ്രവർത്തനങ്ങളില്, അതുപോലെ സാമൂഹ്യ രംഗത്ത്. വല്ലാതെ ചൂടാകുന്ന ഒരാളുടെ മുന്നിൽ ചൂടായിട്ട് കാര്യമില്ല. അവിടെ തണുക്കുകയാണ്. ഭാര്യ ചൂടാകുമ്പോൾ ഭർത്താവും, ഭർത്താവ് ചൂടാകുമ്പോൾ ഭാര്യയും അവിടെ തണുക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ ഭൂകമ്പമില്ലാതിരിക്കുന്നത്. രണ്ടുപേരും ഒരുപോലെ തിളച്ചുമറിഞ്ഞാൽ അവിടെ കത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ നിർദ്ദേശം നൽകുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പൊ കുടുംബത്തിലാണ് ശാന്തിയും സ്വസ്ഥതയും ഉടലെടുക്കേണ്ടത്. അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. അള്ളാഹുവിലുള്ള വിശ്വാസവും പരിശുദ്ധമായ ജീവിതവുമാണ് നമുക്ക് ശാന്തിയും സ്വസ്ഥതയും പ്രദാനം ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ ശിർക്ക് കൊണ്ട് മലിനമാക്കാതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് സന്മാർഗം പ്രാപിച്ചവര്. വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ ശിർക്ക് കൊണ്ട് മലിനമാക്കാതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് സന്മാർഗം പ്രാപിച്ചവര്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുക. അപ്പൊ സ്വസ്ഥതയും സമാധാനവും വേണോ? അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാവണം. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകൾ, ആരാധനകൾ, നേർച്ചകൾ, വഴിപാടുകൾ, ഇതുപോലുള്ളതെല്ലാം തന്നെ കുടുംബത്തിന്റെ ഭദ്രത തകർക്കുകയും ശാന്തിയും സമാധാനവും തുരത്തുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം വിശ്വാസ തകർച്ചയാണ്, വിശ്വാസ വൈകൃതങ്ങളാണ്. വിശ്വാസ വൈകൃതങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് തന്നെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ശാന്തിയും സമാധാനവും നാം ആഗ്രഹിക്കുന്നുണ്ടോ? പരമകാരുണികനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. അതുപോലെ റബ്ബിന്റെ വിധിയിൽ നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വറല്ല ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. എടാ മോനെ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച അല്ലാഹുവിന്റെ വിധിയിൽ നീ തൃപ്തനാവുക, സംതൃപ്തിപ്പെടുക. എങ്കിൽ ലോകത്തിൽ ഏറ്റവും ധന്യനായി തീരും. നീ ലോകത്തെ ഏറ്റവും ധന്യനായി തീരും, സമാധാനമുള്ളവനായി തീരും. എങ്ങനെയാകുമ്പോ? റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് വിധിച്ചതിൽ സംതൃപ്തിപ്പെടാൻ കഴിയണം. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വിധിച്ച ഒരു കാര്യത്തെ തടയാൻ ലോകത്താർക്കും സാധ്യമല്ല. നോക്കൂ, നിങ്ങൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനായ റസൂലിന്റെ കൂടെ നമസ്കരിക്കാൻ നിൽക്കുന്നു. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാതിൽ പിടിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശം, അതുപോലെ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഉപദേശം, ആ ഉപദേശങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും, മോനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നിനക്ക് വിധിച്ചു കഴിഞ്ഞാൽ അതിനെ തടയിടാൻ ഭൂമുഖത്താർക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വിധിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി ദുനിയാവ് മുഴുവൻ ഇളകി മറിഞ്ഞാലും അത് നടപ്പില്ല മോനെ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചുനാളിൽ തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന സാരോപദേശം ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നു. ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. അല്ലാഹുവിലുള്ള വിധി അതാണ് സ്വസ്ഥത നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദരങ്ങളെ. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്. നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തെയാണോ നീ പങ്കിട്ടെടുക്കുന്നത്? നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തെ നീ പങ്കിട്ടെടുക്കുകയാണോ? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഈ ദുനിയാവിൽ ആർക്കൊക്കെ എന്തെല്ലാം വിഭവങ്ങൾ നൽകണമെന്ന് നാം നേരത്തെ തന്നെ തീരുമാനിക്കുകയും അപ്രകാരം വീതിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ദുനിയാവിൽ ഞാൻ ആരാവണം, നിങ്ങൾ ആരാവണം, നിന്റെ ഭാര്യ ആരാവണം, നിന്റെ സുഹൃത്തുക്കൾ ആരാവണം, നിന്റെ അയൽപക്കക്കാരാരാവണം, എങ്ങനെയെല്ലാമാണ് അവരുടെ ജീവിത രീതി എന്ന് ലോകത്തിന്റെ നാഥൻ നേരത്തെ തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ തീരുമാനിച്ചു വച്ച റബ്ബിന്റെ വിധിയെ മറികടന്നുകൊണ്ട് നിങ്ങൾ ഈ ദുനിയാവിലെ വിഭവങ്ങൾ പങ്കിട്ടെടുക്കുകയാണോ? റബ്ബിന്റെ വിധിയെ നിങ്ങൾ പങ്കിട്ടെടുക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്.
എന്നിട്ട് അല്ലാഹു പറഞ്ഞു വറഫഅനാ ബഅദഹും ഫൗക ബഅദിൻ ദറജാത്ത്, ചിലരേക്കാൾ ചില പദവികൾ നാം ഉയർത്തിയിരിക്കുന്നു. ചിലർക്ക് സാമ്പത്തികമായി നൽകി, ചിലർക്ക് പദവികൾ നൽകി, ചിലർക്ക് സ്വാധീനം നൽകി, ചിലർക്ക് വിജ്ഞാനം നൽകി, ചിലർക്ക് സൗന്ദര്യം നൽകി. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആല അതൊക്കെ നൽകുന്നത് ഒരാളെ ആദരിച്ചുകൊണ്ടോ അംഗീകരിച്ചുകൊണ്ടോ ആണ് എന്ന് കണക്കാക്കേണ്ടതില്ല. റബ്ബിന്റെ ആദരവാണ് എന്ന് കണക്കാക്കേണ്ടതില്ല. റബ്ബ് അവന്റെ ദുനിയാവ് അങ്ങനെ വീതിച്ചു നൽകും അവൻ ഉദ്ദേശിച്ചവർക്ക്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ ഇതെല്ലാം തന്നെ കൃത്യമായി ചോദിക്കും, വിസ്തരിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ തൃപ്തിപ്പെടാൻ കഴിയുമ്പോൾ തീർച്ചയായും നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അഭിവൃദ്ധി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവണമെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയണം.